Hi, hello, my dear students. We are starting a new class of our chapter 7 Media and Social Reflections. പ്രിയപ്പെട്ട കുട്ടികളെ, മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ് പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 3 ക്ലാസ് ആണ് നമ്മളിപ്പോൾ നമുക്ക് നടത്താൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്ററിനെ പറ്റി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് വ്യൂ ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ ഈ പാർട്ട് 3. ഞാൻ മുൻകാലങ്ങളിൽ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നമുക്ക് പ്ലേലിസ്റ്റ് ഇടും. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഈ 3 ക്ലാസ്സുകളും 1 by 1 ആയിട്ട് വ്യൂ ചെയ്യാനും പഠിക്കാനും പറ്റും. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് മീഡിയ, വാട്ട് ഈസ് മീഡിയ, മീഡിയ എത്ര ടൈപ്പ് ഉണ്ട്, അതിനെ തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. കഴിഞ്ഞ പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്തത്? മീഡിയയെ നമ്മൾ 2 കാറ്റഗറിയാക്കി, ഓൾഡ് എന്നും ന്യൂ എന്നും. മീഡിയ നമുക്കറിയാം 4 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ദർ ആർ 4 ടൈപ്സ് ഓഫ് മീഡിയ. ഫസ്റ്റ് പ്രിൻ്റ് മീഡിയ, സെക്കൻഡ് ബ്രോഡ്കാസ്റ്റ് മീഡിയ, തേർഡ് ഡിജിറ്റൽ മീഡിയ, ലാസ്റ്റ് സോഷ്യൽ മീഡിയ. ഇതിൽ ഫസ്റ്റ് 2 എണ്ണം, അതായത് പ്രിൻ്റ് മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മീഡിയ, ദേ ആർ ഓൾഡ്, ബട്ട് ഡിജിറ്റൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ദേ ആർ ദ ന്യൂ വൺ. അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതിനെ ചില കാര്യങ്ങളുടെ ബേസിൽ ചില പോയിൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ അതിനെ 2 ഡിഫറൻസ്, അത് ഓൾഡ് മീഡിയയും ന്യൂ മീഡിയയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളത് പഠിച്ചതിന് ശേഷം വേണം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ. ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പഠിക്കുന്നത് ദ ഇമ്പാക്റ്റ് ഓഫ് മീഡിയ ഇൻ സോഷ്യൽ ലൈഫ്. നമുക്കറിയാം മീഡിയ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഏറ്റവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് മീഡിയ, അത് പ്രിൻ്റ് മീഡിയ ആകട്ടെ, ബ്രോഡ്കാസ്റ്റ് മീഡിയ ആകട്ടെ, ഡിജിറ്റൽ മീഡിയ ആകട്ടെ, സോഷ്യൽ മീഡിയ ആകട്ടെ, മീഡിയ നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് 5 ഇമ്പാക്റ്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതിനു മുമ്പുള്ളത് നിങ്ങൾ പഠിച്ചതിന് ശേഷം വേണം ഈ ഇന്നത്തെ ഇമ്പാക്റ്റ് പഠിക്കാനായിട്ട്. സോഷ്യൽ മീഡിയ സോഷ്യൽ ലൈഫിൽ ഉണ്ടാക്കുന്ന, അല്ലെ മീഡിയ സോഷ്യൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ സൊസൈറ്റി. മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ സൊസൈറ്റി. എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന, എല്ലാവരും സമ്മതിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നതിൽ, നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി ഈ രൂപത്തിലിരിക്കുന്നതിൽ ഒരു പ്രധാന റോള് വഹിക്കുന്നത് മീഡിയയാണ്. മീഡിയയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ അപ്പുറം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നേപ്പാളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. നേപ്പാളിൽ ഒരു പാർട്ടിയുടെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ ഒരു അസോസിയേഷൻ്റെയോ ഒന്നും ഒരു ബാക്കപ്പ് ഇല്ലാതെ സോഷ്യൽ മീഡിയയിലെ ആഹ്വാനമനുസരിച്ച് അവിടുത്തെ യൂത്ത് തെരുവിലിറങ്ങുകയും അവിടുത്തെ ഗവൺമെൻറ് തന്നെ, അവിടുത്തെ പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, അങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളും അവിടെ റിസൈൻ ചെയ്ത് പോവുകയും പുതിയൊരു ന്യൂ ഗവൺമെൻറ് അവിടെ വരികയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതൊരു റെവല്യൂഷൻ. അത് സോഷ്യൽ മീഡിയ റെവല്യൂഷൻ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. കാരണം മറ്റ് യാതൊരു കാര്യങ്ങളും ഇല്ലാതെ സോഷ്യൽ മീഡിയയിലെ അവരുടെ ആഹ്വാനമനുസരിച്ച് അവിടുത്തെ ന്യൂജൻ കുട്ടികൾ തെരുവിൽ വരികയും അവർ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ, ഗവൺമെൻറ്റിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അങ്ങനെ ഗവൺമെൻറ് തന്നെ മാറിപ്പോവുകയും ചെയ്തു, റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നോക്കുക എത്രമാത്രം വലിയ ഇമ്പാക്റ്റാണ് ഈ സോഷ്യൽ ലൈഫിൽ മീഡിയ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക, പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ. ഓക്കെ, അപ്പോൾ മീഡിയ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ സൊസൈറ്റിയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആ പോയിൻറ്റ്സ് കൃത്യമായിട്ടൊന്ന് പഠിക്കാം. ബൈ ഇൻഫ്ലുവൻസിങ് പബ്ലിക് ഒപ്പീനിയൻ, സോഷ്യൽ നോംസ് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. സോ ദിസ് മീഡിയ ദേ പ്ലേ ഇൻ ഷേപ്പിംഗ് ദ സൊസൈറ്റി ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, അതെങ്ങനെയാണ്? ദേ ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. കണ്ടോ, ഞാൻ നേപ്പാളിലെ എക്സാമ്പിൾ പറഞ്ഞത് പബ്ലിക് ഒപ്പീനിയൻ എന്തായിരുന്നു? ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓക്കെ അല്ല, ആ ഗവൺമെൻറ്
നമുക്ക് വേണ്ട. നമുക്ക് അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ന്യൂ ഗവൺമെൻറ് വേണം. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലീഡേഴ്സ്, ദെയർ പ്രസിഡൻറ്റ്, ദെയർ പ്രൈം മിനിസ്റ്റർ, ദേ ആർ നോട്ട് ഓക്കെ. അതായിരുന്നു പബ്ലിക് ഒപ്പീനിയൻ. ഈ പബ്ലിക് ഒപ്പീനിയൻ എവിടെ നിന്നുണ്ടായി? അത് മീഡിയയിലൂടെ ഉണ്ടായതാണ്. ബൈ ഇൻഫ്ലുവൻസിങ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സോഷ്യൽ നോംസ് ആൻഡ് കൾച്ചറൽ വാല്യൂസ്, ദിസ് മീഡിയ ഷേപ്പ് ദ സൊസൈറ്റി. Influencing the public opinion. Social norms. What are social norms? Norms means laws, social laws. They influence social laws. And cultural values. എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ കൾച്ചറൽ വാല്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ കൾച്ചറൽ വാല്യൂസും ബ്രിട്ടൻ്റെ കൾച്ചറൽ വാല്യൂസും ഒരുപോലല്ല. ഓരോ രാജ്യത്തിനും സ്വന്തമായ സംസ്കാരത്തിൻ്റെ വാല്യൂസ് ഉണ്ട്. അവർക്ക് സ്വന്തമായ സോഷ്യൽ നോംസ് ഉണ്ട്, സോഷ്യൽ ലോസ് ഉണ്ട്. ഓക്കെ, ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്ക് പറ്റും? മീഡിയ. ദേ പ്രൊവൈഡ് എൻ്റർടൈൻമെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, നോളജ്. അവർ സൊസൈറ്റിക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നു, സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സൊസൈറ്റിക്ക് നോളജ് കൊടുക്കുന്നു. ഇൻ ദാറ്റ് വേ ഓൾസോ ദേ ഷേപ്പ് ദ സൊസൈറ്റി. Nowadays, media enable greater communication and increased participation. കാരണം എന്താണ്? ഇന്ന് മീഡിയ ഉപയോഗിക്കാത്ത ആരുമില്ല അല്ലേ? ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ യൂസ് ദിസ് മീഡിയ. സോ nowadays media enable greater communication and increased participation. In this way, media play an important role in shaping the society. So nowadays media form take an important role in shaping the society. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കാലത്ത്, ഓക്കെ, 1947 അല്ലേ, ആ ഒരു 1900 തൊട്ട് 1947 വരെയുള്ള അല്ലെ അതിനും ശേഷമുള്ള നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലൊക്കെ നമ്മുടെ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നത് ആരായിരുന്നു? ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, അതായത് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയുള്ള ഗ്രേറ്റ് ലീഡേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് പോയറ്റ്സ്, അതായിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ പോലെയുള്ള ഗ്രേറ്റ് പോയറ്റ്സ്. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ റീഫോർമേഴ്സ്, സ്വാമി ദയാനന്ദ സരസ്വതി, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു, അങ്ങനെയൊക്കെയുള്ള ഗ്രേറ്റ് സോഷ്യൽ റീഫോമേഴ്സ്. ഇവരൊക്കെയായിരുന്നു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്ന ഒന്നും നമുക്കിപ്പോൾ എടുത്തു കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൂടുതലും എന്താണ്? മീഡിയ ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി ആൻഡ് ഷേപ്പ് ദ സൊസൈറ്റി. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ദെൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയുടെ എക്സസീവ് യൂസ്. അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം അല്ലേ? ഇന്ന് കുട്ടികളാണെങ്കിലും നിങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പോലെയുള്ള മുതിർന്ന ആളുകളാണെങ്കിലും കൂടുതലും അവരുടെ ജീവിതം എന്ന് മാറിപ്പോകുന്നത് എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്നും അവർക്ക് മാറാൻ സാധിക്കുന്നില്ല. എല്ലാവരും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഓക്കെ, അത് വലിയ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. ഇത് പരീക്ഷയ്ക്ക് നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് വരാനൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ? എക്സസീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അമിത ഉപയോഗം. ഉപയോഗിക്കരുതെന്ന് ആരും പറയുന്നില്ല. വി ഹാവ് ടു യൂസ് സോഷ്യൽ മീഡിയ അല്ലേ? വിതൗട്ട് സോഷ്യൽ മീഡിയ ഹൗ ക്യാൻ വി കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ? നമുക്ക് കമ്മ്യൂണിക്കേഷന് വേറെ മാർഗ്ഗമൊന്നുമില്ല. So we have to use social media. But excessive use of social media creates so many problems. What are they? The excessive use of social media adversely affects students' learning and their physical and mental health. It adversely affect the learning. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പല കുട്ടികളുടെയും മാർക്ക് ലോ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? ദ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലേ? ഈ കഴിഞ്ഞ ദിവസം, അതായത് ടീച്ചറെ പഠിപ്പിക്കുന്ന ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു
ന്യൂസ് ഉണ്ടായിരുന്നു. ആലപ്പുഴ എന്ന് പറയുന്ന നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഒരു കുട്ടി അവിടെ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ കൊണ്ട് അവിടെ അമ്മ അവിടെ മൊബൈലിൻ്റെ ചാർജറെ ഒളിച്ചു വെക്കുകയോ മറ്റോ ചെയ്തു. ആ കുട്ടി ആ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു. 17 വയസ്സുള്ള കുട്ടി. ഓക്കെ, അതാണ് ഒരു എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയയുടെ വിക്റ്റിമാണെന്ന് പറയാം ആ അമ്മ. ഓക്കെ, അല്ലെ ആ കുട്ടി. ദ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അഡ്വേഴ്സ്ലി എഫക്ട് സ്റ്റുഡൻസ് ലേണിംഗ് ദർ ഫിസിക്കലി. ചില കുട്ടികളൊക്കെ ഇപ്പോൾ വളഞ്ഞിരിക്കുന്നേ എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇങ്ങനെ കുനിഞ്ഞു പോകുന്നതാ. അവരുടെ മെൻ്റൽ ഹെൽത്ത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞ ഒരു കേസാണ്. മെൻ്റലി ഡിപ്രസ്ഡ് ആണ്. മെൻ്റലി അവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സ് തന്നെ വിട്ടുപോകുന്നു. സോ മെൻ്റൽ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ, ലേണിംഗ് ഹാബിറ്റ്സിനെ, ലേണിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി വരെ ബാധിക്കുന്നു. സ്റ്റുഡൻസ്, ദ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഇൻ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അമ്മയോടും അച്ഛനോടും പോലും കുട്ടികൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ പേരൻസ് പരസ്പരം മിണ്ടുന്നില്ല. നമ്മൾ മറ്റ് സൊസൈറ്റിയിലെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകുന്നു. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു. സോ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ റിലേഷൻഷിപ്പ്, എക്സ്പോസർ ഓഫ് ഫേക്ക് ന്യൂസ്, മിസ് ഇൻഫർമേഷൻസ് ആൻഡ് സ്കാംസ്. ഇതെല്ലാം ഇന്നുണ്ട്. നമ്മൾ കാണുന്ന പലതും ഫേക്ക് ന്യൂസാണ്. അങ്ങനെയൊന്നില്ല. ഫേക്ക് ന്യൂസ്, എക്സ്പോസർ ഓഫ് ഫേക്ക് ന്യൂസ്, അതൊക്കെ വിശ്വസിക്കുന്നവർ കാണാം. മിസ് ഇൻഫർമേഷൻ, തെറ്റായ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ സ്കാംസ് ഉണ്ടാകുന്നു. ദീസ് ആർ ദ ബാഡ് എഫക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ. ദെൻ സ്പ്രെഡ് ഓഫ് ഹേറ്റ് സ്പീച്ച്, റൂമേഴ്സ് ആൻഡ് പോളറൈസേഷൻ. എന്താണ് പോളറൈസേഷൻ? ആ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിനുമായിട്ട് അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാകുന്നു. പോളറൈസേഷൻ. ഹെയ്റ്റ് സ്പീച്ചുകൾ നടക്കുന്നു. എന്താണ് ഹെയ്റ്റ് സ്പീച്ച്? മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടുള്ള സംഭാഷണങ്ങളെ. അതുപോലെ തന്നെ റൂമേഴ്സ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക. റൂമേഴ്സ്, നമ്മൾ മലയാളത്തിൽ കിംവദന്തികൾ എന്ന് പറയും. റൂമേഴ്സ്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ എക്സസീവ് യൂസ് ക്രിയേറ്റ് പ്രോബ്ലം, നോ ഡൗട്ട്. ഇത് പഠിക്കണം കേട്ടോ. ഈ 4 കാര്യങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 പോയിൻ്റാണ് തന്നിരിക്കുന്നത്. ടീച്ചർ 2 പോയിൻ്റ് കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. 4 പോയിൻ്റ് പഠിച്ചു വെക്കുക. വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ? ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദി ഇമ്പാക്റ്റ് ഓഫ് മീഡിയ ആൻഡ് സോഷ്യൽ ലൈഫ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലേണിംഗ്. എന്താണ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയേണ്ട മീഡിയകളെല്ലാം 4 ഐറ്റമാണുള്ളത്. പ്രിൻ്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ. അതിൻ്റെ ഇമ്പാക്റ്റ് സോഷ്യൽ ലൈഫിൽ എന്താണ്? ഫസ്റ്റ് അത് 5 ഐറ്റംസ് ആണുള്ളത്. ടീച്ചർ ആ 5 ഐറ്റവും ഒന്നിച്ചൊന്ന് പറയാം. ഫസ്റ്റ് വൺ, മീഡിയ ആൻഡ് സോഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ, മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. തേർഡ് വൺ, മീഡിയ ആൻഡ് കൺസംഷൻ ബിഹേവിയർ. ഫോർത്ത് വൺ, മീഡിയ ആൻഡ് സ്റ്റീരിയോ ടൈപ്പ്. ആൻഡ് ഫിഫ്ത്ത് വൺ, മീഡിയ ആൻഡ് സോഷ്യൽ ഇൻ്റർവെൻഷൻസ്. ഇങ്ങനെ 5 ഇമ്പാക്റ്റുകളാണ് മീഡിയ സോഷ്യൽ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, മീഡിയ ആൻഡ് സോഷ്യലൈസേഷൻ. ഹൗ മീഡിയ affect socialization. Family, school, friends and media helps in socialization. മീഡിയ മാത്രമല്ല നമ്മുടെ സോഷ്യലൈസേഷനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മീഡിയയോടൊപ്പം, ഇൻക്ലൂഡിങ് മീഡിയ, ഫാമിലി, സ്കൂൾ, ഫ്രണ്ട്സ് ആൻഡ് മീഡിയ, 4 ഐറ്റം നമ്മുടെ സോഷ്യലൈസേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ തീരെ കുട്ടികളായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ സോഷ്യലൈസേഷൻ എന്താണ്? ഈ സോഷ്യലൈസേഷൻ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യണം, സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം, സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഹൗ വി ഹാവ് ടു ബിഹേവ് ഇൻ സൊസൈറ്റി, ഹൗ വി ഹാവ് ടു റെസ്പെക്റ്റ് അതേഴ്സ്, ഹൗ വി ഹാവ് ടു ഇൻട്രാക്റ്റ് ഇൻ സൊസൈറ്റി. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു പഠനത്തിൻ്റെ പേരാണ് സോഷ്യലൈസേഷൻ. അല്ലേ? ജനിച്ചു വീഴുന്ന ഒരു കുട്ടി സോഷ്യലൈസേഷനോടെയാണോ ജനിക്കുന്നത്? അല്ല. ആ കുട്ടി ഫാമിലിയിലാണ് ആദ്യം പഠിക്കുക. എങ്ങനെ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപെടണം, എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം. അതാണ് സോഷ്യലൈസേഷൻ. ഈ പ്രോസസ്സിൽ ആദ്യം നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഫാമിലി. പിന്നീട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. ദെൻ സ്കൂൾ, ടീച്ചേഴ്സ്, സ്കൂൾ. ദെൻ അവർ ഫ്രണ്ട്സ്, അവർ പിയർ ഗ്രൂപ്പ്, നമ്മുടെ പ്രായക്കാരെ, നമ്മുടെ സമപ്രായക്കാരെ. ദേ ഓൾസോ ഹെൽപ്പ് അസ് ഇൻ സോഷ്യലൈസേഷൻ. നമ്മളെ ചില കാര്യങ്ങളൊക്കെ അവരാണ് പഠിപ്പിക്കുന്നത്. അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. ഓക്കെ, ദെൻ മീഡിയ.
അപ്പോൾ മീഡിയ ഓൾസോ ഹെൽപ്സ് ആസ് ഇൻ സോഷ്യലൈസേഷൻ. ഓക്കെ, ദെൻ മീഡിയ എങ്ങനെയാണ് സോഷ്യലൈസേഷൻ നമ്മളെ നടത്തുന്നത്? സെക്കൻഡ് പോയിന്റ്, മീഡിയ എക്സേർട്ട് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ഹൗ വി മസ്റ്റ് ഇൻ്റർവെൻസ് ഇൻ സൊസൈറ്റി. ഓക്കെ, മീഡിയ ദേ എക്സേർട്ട് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ആസ് ഹൗ വി മസ്റ്റ് ഇൻ്റർവെൻസ് ഇൻ സൊസൈറ്റി. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന മീഡിയയ്ക്കകത്തെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ഇൻ്റർവെൻസ് ചെയ്ത ആളുകളെ അവരെന്ത് ചെയ്യും? നമുക്ക് എടുത്ത് കാണിച്ചു തരും. നമുക്ക് അവർ ചില അതുപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യും. അതിനകത്തെ ഒരാളെ നമുക്ക് കാണിച്ചു തരുന്നു. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു ഒരു ലേഡി, അവർ അനേകം ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു സോഷ്യലൈസേഷൻ വന്ന ആളിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെയുള്ള പല എക്സാമ്പിൾസ് മീഡിയകളിലൂടെ നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്കും എന്തുണ്ടാകുന്നു? നമുക്കും സോഷ്യലൈസേഷൻ വരുന്നു. ഓക്കെ, മീഡിയ എക്സേർട്ട് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ഹൗ വി മസ്റ്റ് ഇൻ്റർവെൻസ് ഇൻ സൊസൈറ്റി. ഇനി മോശം കാണിക്കുന്നവരെ മീഡിയ കാണിക്കും. സൊസൈറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നവരെ മീഡിയ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അത് നെഗറ്റീവാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകളെ അവർ കാണിച്ചു തരും, നെഗറ്റീവായിട്ടുള്ള ആളുകളെയും മീഡിയ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അതിൽ ഏത് സെലക്ട് ചെയ്യും? പോസിറ്റീവായിട്ടുള്ളത് സെലക്ട് ചെയ്യും. സോ മീഡിയ എക്സേർട്ട് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ഹൗ വി മസ്റ്റ് ഇൻ്റർവെൻസ് ഇൻ സൊസൈറ്റി. ദേ ഹെൽപ്പ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. മീഡിയ നമ്മളറിയാതെ നമ്മളിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. മീഡിയയിൽ കാണുന്ന പോലുള്ള സംഭാഷണങ്ങൾ നമ്മൾ പഠിക്കുന്നു, അതുപോലെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. സോഷ്യൽ വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ മീഡിയ. സോഷ്യൽ വാല്യൂസ് അല്ലേ, സത്യസന്ധത. ഇപ്പം നമുക്കറിയാം, കളഞ്ഞുപോയ സാധനങ്ങൾ അത് കിട്ടുന്ന ആളുകളെ അതിൻ്റെ ഓണേഴ്സിന് തിരിച്ചു കൊടുക്കുന്നു. അത് മീഡിയ എടുത്തു കാണിച്ചു നമുക്ക് തരും. അപ്പോൾ നമ്മൾ സത്യസന്ധത പഠിക്കുന്നു. സോഷ്യൽ വാല്യൂസ് അല്ലേ, അനേകം സോഷ്യൽ വാല്യൂസ് ഉണ്ടായി. അതൊക്കെ നമ്മുടെ മീഡിയയാണ് നമുക്ക് പഠിപ്പിക്കും. മീഡിയ മാത്രമാണെന്നല്ല പറയുന്നത്, ഫാമിലി, സ്കൂൾ, ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയുള്ള പല ഏജൻസികളുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് മീഡിയ. മീഡിയ ഓൾസോ help us in socialization. Okay, they help in personality development. They influence us how we must intervene in society. Social values and attitudes are transmitted to media. അപ്പോൾ മീഡിയയിൽ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പല വാല്യൂസും പല ആറ്റിറ്റ്യൂഡ്സും നമുക്കുണ്ടാകുന്നത്. സോ മീഡിയ ഹെൽപ്പ് us in socialization and they improve our social life. Okay, അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് മീഡിയ ആൻഡ് പബ്ലിക് ഫോർമേഷൻ, ഒപ്പീനിയൻ ഫോർമേഷൻ. അതാണ് സെക്കൻഡ് വൺ. ഇമ്പാക്റ്റിനകത്ത് സെക്കൻഡ് വൺ ആണ് മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. ഇൻ എ ഡെമോക്രസി ദ ഗവൺമെൻറ് കൺസിഡർ പബ്ലിക് ഒപ്പീനിയൻ ബിഫോർ ഫോർമുലേറ്റിംഗ് ന്യൂ പോളിസീസ്. അവർ ഗവൺമെൻറ് ഫോർമുലേറ്റ് സോ മെനി പോളിസീസ് അല്ലേ. നമ്മുടെ ഓരോ ഗവൺമെൻറ്റും അനേകം പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡെമോക്രസിയിൽ നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പിനെ പറ്റിയല്ല പറയുന്നത്. ഡിക്റ്റേറ്റർഷിപ്പിൽ ആരോടും ഡിക്റ്റേറ്ററെ എങ്ങനെ ഞാൻ പോളിസി ഉണ്ടാക്കണമെന്ന് ചോദിക്കാറില്ല. ഡിക്റ്റേറ്റർ അയാൾക്ക് തോന്നുന്ന പോളിസിയാണ് അയാളുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്ററുണ്ട്. അദ്ദേഹം മുടി വെട്ടുന്നത് എങ്ങനെയാണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, പുള്ളി കാണിച്ചു കൊടുക്കും, ഇങ്ങനെ എല്ലാവരും മുടി വെട്ടണം. ഓക്കെ, അപ്പോൾ ഡിക്റ്റേറ്ററാണ് എല്ലാം തീരുമാനിക്കുക. ബട്ട് ഇൻ ഡെമോക്രസി, ജനാധിപത്യത്തിൽ, ഡെമോക്രസിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് നേഷൻ ഇൻ ദിസ് വേൾഡ്. സോ ഇൻ ഡെമോക്രസി ദ ഗവൺമെൻറ് കൺസിഡർ പബ്ലിക് ഒപ്പീനിയൻ ബിഫോർ ഫോർമുലേറ്റിംഗ് ന്യൂ പോളിസീസ്. ഒരു പുതിയ പോളിസി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് പബ്ലിക്കിൻ്റെ അഭിപ്രായം ചോദിക്കും. പബ്ലിക്കിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് അവരെല്ലാ പോളിസികളും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇൻ എ ഡെമോക്രസി. അതിനെ എന്താണ് അവർ ചെയ്യുക? പബ്ലിക്കിൽ നിന്ന് ഒപ്പീനിയൻ സ്വീകരിക്കുകയും അത് മീഡിയയിലൂടെ അനൗൺസ് ചെയ്യുകയും ചെയ്യും. ഇന്ന കാര്യത്തെപ്പറ്റി ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ട ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻ വെബ്സൈറ്റിൽ കൂടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രതിനിധികൾ ഇന്ന സ്ഥലത്ത് വരുന്നു, അവരിൽ നേരിട്ട് കണ്ടോ, അതിനൊക്കെയുള്ള കമ്മീഷനെ അവർ നിയമിക്കും. ആ കമ്മീഷൻ ഒരു സ്ഥലത്തിരിക്കും. എന്നിട്ട് നമുക്ക് പബ്ലിക്കിന്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി ഈ കമ്മീഷനോടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒപ്പീനിയൻസ് എന്ന് പറയാം. അവരതൊക്കെ എഴുതിയെടുക്കും. എന്നിട്ട് ഈ ഒപ്പീനിയൻ എല്ലാം ഒരു റിപ്പോർട്ടായിട്ട് അവർ ഗവൺമെൻറ്റിന് കൊടുക്കും, ഈ കമ്മീഷൻ.
അപ്പോൾ ഗവൺമെൻറ്റിന് അതിനുവേണ്ടി കമ്മീഷനുകളുണ്ട്. കമ്മീഷൻ പബ്ലിക്കിനെ കാണും, അവരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യും, അത് ഒരു റിപ്പോർട്ടാക്കി ഗവൺമെൻറ്റിന് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഗവൺമെൻറ് എന്തുണ്ടാക്കുന്നത്? പോളിസീസ് ഉണ്ടാക്കും. ഓക്കെ, സോ ഇൻ ഡെമോക്രസി ഗവൺമെൻറ് കൺസിഡർ പബ്ലിക് ഒപ്പീനിയൻ ബിഫോർ ഫോർമുലേറ്റിംഗ് ന്യൂ പോളിസി. ഈ പബ്ലിക് ഒപ്പീനിയൻ ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? കൂടുതലും മീഡിയയിലൂടെയാണ്. നമ്മളിങ്ങനൊരു കമ്മീഷൻ ഇരിക്കുന്നുണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണ്? മീഡിയ അല്ലേ? നമ്മൾ മീഡിയയിലാണ്, പ്രിൻ്റ് മീഡിയയിലായിരിക്കാം, അല്ലെ സോഷ്യൽ മീഡിയയിലായിരിക്കാം. കമ്മീഷൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തിരിക്കും, നമുക്ക് പോയി ഒപ്പീനിയൻ പറയാം. ഓക്കെ, ഇനിയും ഓൺലൈനായിട്ടും ഗവൺമെൻറ് നമ്മുടെ ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. ഓൺലൈൻ സർവേകൾ അവർ നടത്താറുണ്ട്. സർവേ നമുക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാം. പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഫോർംഡ് ത്രൂ ദ മീഡിയ ഡ്യൂറിങ് ഇലക്ഷൻ സമയത്തും ഇങ്ങനെയുള്ള പബ്ലിക് ഒപ്പീനിയൻ അവർ ചോദിക്കാറുണ്ട്. ഇലക്ഷൻ ക്യാമ്പയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അജണ്ട പുറത്തിറക്കാറുണ്ട് അല്ലേ? ആ അജണ്ടയ്ക്കകത്ത് എന്താണ് എഴുതി വെക്കുക? പബ്ലിക് ഒപ്പീനിയനെ അനുസരിച്ചാണ് അജണ്ടകൾ ഉണ്ടാക്കുക. ഓക്കെ, സോ ഡ്യൂറിങ് ഇലക്ഷൻ they formulate this public opinion and foreign policy deliberations. ആ സമയത്തും ഫോറിൻ പോളിസി ഡെലിബറേഷൻസിൻ്റെ സമയത്തും ഗവൺമെൻറ് സീക്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പബ്ലിക്. ദ മീഡിയ ആക്ട് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ഫോർമുലേറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഗെയിനിങ് കൺസെൻസസ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് മീഡിയയ്ക്ക് അതിൻ്റേതായ രീതികളുണ്ട്, സർവേകളുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. മീഡിയ പല കാര്യങ്ങളും അനൗൺസ് ചെയ്യാറുണ്ട്. നമ്മൾ പലരും ഇതുപോലുള്ള ഗവൺമെൻറ് പോളിസീസിനെ പറ്റി, അതിൻ്റെ ഫോർമുലേഷനെ സംബന്ധിച്ചൊക്കെ അറിയുന്നത് ഈ പറയുന്ന മീഡിയകളിലൂടെയാണ്. ബാക്കി എങ്ങനെ നമ്മൾ അറിയാനാ? ഒന്നുകിൽ പത്രത്തിലൂടെ അറിയും, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയും, അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളിലൂടെ അറിയും, വെബ്സൈറ്റുകളിലൂടെ അറിയും. ഓക്കെ, അപ്പോൾ മീഡിയയ്ക്ക് അതിനകത്ത് എന്തുണ്ട്? ദേ ഹാവ് എ മെയിൻ റോൾ ഇൻ ഫോർമുലേറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, ദെൻ തേർഡ് വണ്ണിലേക്ക് നമ്മൾ പോവുകയാണേ. മീഡിയ ആൻഡ് കൺസംഷൻ ബിഹേവിയർ. അപ്പോൾ നമ്മുടെ ഇമ്പാക്റ്റിനെ പറ്റി പറയുന്നത് മീഡിയ ആൻഡ് കൺസംഷൻ ബിഹേവിയർ. എന്താണ് കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ? വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. വൺ ഹൂ ബൈ പ്രോഡക്ട്സ് ബൈ ഗിവിങ് മണി ഓർ പ്രോമിസിങ് ടു ഗീവ് മണി കൊടുക്കാമെന്ന് പറഞ്ഞോ പണം കൊടുത്തോ സാധനങ്ങൾ ബൈ ചെയ്യുന്ന ആളുകളെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കൺസംഷൻ ബിഹേവിയറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇന്ന് മീഡിയയാണ്. നിങ്ങൾക്കറിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അഡ്വർടൈസ്മെൻറ്റ് അല്ലേ? അഡ്വർടൈസ്മെൻ്റ് ആണ് കൺസ്യൂമേഴ്സിനെ ആകർഷിക്കുന്നത്. ഇപ്പം നമുക്കൊരു മിക്സി വേണ്ട, നമ്മുടെ വീട്ടിൽ ഓൾറെഡി 5 മിക്സികൾ ഇരിപ്പുണ്ടായി. ഓക്കെ, പക്ഷേ മീഡിയയ്ക്കകത്ത് പുതിയൊരു മിക്സിയുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കണ്ടു. നമ്മൾ 3 ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ പോയി 4ാമതൊരെണ്ണം കൂടെ മേടിക്കും. ഓക്കെ, നമുക്ക് 5 ഒരു പ്രത്യേക കളറിലുള്ള 5 ഡ്രസ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ മറ്റൊരു ഡ്രസ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്യും. അങ്ങനെ നമ്മുടെ കൺസംഷൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ഇന്ന് കൂടുതലും ചെയ്യുന്നത് മീഡിയാസ്. അത് എല്ലാത്തരം മീഡിയയും ഉണ്ട്. ഡിജിറ്റൽ മീഡിയ ഉണ്ട്, പ്രിൻ്റ് മീഡിയ ഉണ്ട്, പത്രത്തിലും വരും ഇതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, മീഡിയയും കൺസംഷൻ ബിഹേവിയറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കതിൻ്റെ പോയിന്റ്സ് ഒന്ന് പഠിക്കാം. അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ പ്രോഗ്രാംസ് ത്രൂ ദ മീഡിയ ആർ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഷേപ്പിംഗ് അവർ കൺസംഷൻ ബിഹേവിയർ. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ മീഡിയയിൽ കാണുന്നതാണ് ഇതുപോലുള്ള ബുട്ടീക്കുകളും ഇതുപോലുള്ള ഓൺലൈൻ സെല്ല് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും അവരവരുടെ പ്രോഡക്റ്റുകൾ കാണിച്ച് നിരന്തരം വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അത് കാണുന്ന നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സ് ആകൃഷ്ടരായി പല സാധനങ്ങളും നമ്മൾ മേടിക്കുന്നു. നമ്മൾ അതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ പോലും നമ്മൾ മേടിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ ബിഹേവിയർ ഉണ്ടായത്? മീഡിയ. അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എന്താണ്? ചില വീഡിയോകളെ അവർ സ്വന്തമായിട്ടിടുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. Advertisement and other programs through the media are influential in shaping our consumption behavior. The media are the storehouse of food advertisements and cookery shows. Food in the advertisement, cookery shows. Okay? Advertisement related to many such fields can be seen in media. The media fuel the growth of the global economy by advertising, announcing job opportunities and increasing consumerism. കൺസ്യൂമറിസം ഇൻക്രീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് മീഡിയയാണ്.
So the impact of media in consumption behavior is very very big in these days, in new situation. ഓക്കെ, അപ്പോൾ മീഡിയ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ കൺസംഷൻ ബിഹേവിയറിൽ വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് മീഡിയയ്ക്ക് പറ്റുന്നുണ്ട്. അതിന് അവർ ഉപയോഗിക്കുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റിലേറ്റഡ് പ്രോഗ്രാംസ്. ഓക്കെ, ഇറ്റ് അഫക്റ്റ് ഓർ ഇറ്റ് ഇൻക്രീസ് കൺസ്യൂമറിസം. എല്ലാവരും കൂടുതൽ കൂടുതൽ കൺസ്യൂമറിസത്തേക്ക് വരികയാണ്. നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഫ്യൂല് ചെയ്ത് വിടുന്നു, അല്ലേ, നമ്മളെ കത്തിച്ച് വിടുക. ഓക്കെ, നമ്മുടെ കയ്യിലെ പണം മുഴുവൻ അവർ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഉപദേശം അതാണ്. ഈ കൺസ്യൂമറിസം നമ്മളെ വലിയ കടക്കണിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മളെ മീഡിയയിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാനായിട്ട് കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ നമുക്ക് എന്ത് വേണം, ഒരു വിൽ പവർ വേണം. ഓക്കെ, ദെൻ നമ്മൾ നാലാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. മീഡിയ ആൻഡ് സോഷ്യൽ ഇൻ്റർവെൻഷൻസ്. സോറി, അത് നമ്മൾ സ്ലൈഡ് മാറിപ്പോയി. നാലാമത്തേത് മീഡിയ ആൻഡ് സ്റ്റീരിയോ ടൈപ്പ്. എന്താണ് ഈ സ്റ്റീരിയോ ടൈപ്പ്? നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ്, നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ഈ സ്റ്റീരിയോ ടൈപ്പ്? ഒരു കീവേഡാണ്. ദർ ആർ സോ മെനി പ്രീ കൺസീവ്ഡ് നോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ പ്രീ കൺസീവ്ഡ് നോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ്, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ പഴയ കാലത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില നിയമങ്ങൾ, ചില ആറ്റിറ്റ്യൂഡുകൾ, ചില ചിന്താഗതികൾ, ബിലീഫ്സ്, ചില വിശ്വാസങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പഴയ കാലത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ സ്ത്രീകൾ വേണം വീട്ടിലെ വൃത്തിയാക്കൽ, അതുപോലെ തന്നെ ഭക്ഷണം കുക്ക് ചെയ്യുന്നതൊക്കെ സ്ത്രീകൾ ചെയ്യുക. ഓക്കെ, പുരുഷന്മാരെ പുറത്തു പോയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക, സ്ത്രീകൾ കുക്ക് ചെയ്ത് പുരുഷന്മാർക്ക് കൂടി ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ നോക്കുക. ഇതൊക്കെ ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ചില ആറ്റിറ്റ്യൂഡ്സും നോഷൻസും ഒക്കെയാണ്. പക്ഷേ നമുക്കറിയാം അങ്ങനെയല്ല. സ്ത്രീകൾക്കും പുറത്തു പോയി ജോലി ചെയ്യാം, രണ്ടു കൂട്ടർക്കും ജോലി ചെയ്യാം. സ്ത്രീകൾ ഭക്ഷണം ചെയ്യുന്ന പോലെ തന്നെ പുരുഷന്മാർക്കും കുക്ക് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കുക്ക് ചെയ്ത് കൊടുക്കാം. അതെല്ലാവർക്കും ചെയ്യാവുന്ന പണിയാണെന്ന് നമുക്ക് ഇന്നറിയാം. പക്ഷേ അങ്ങനൊരു പ്രീ നോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? അങ്ങനെ പലതുകൊണ്ട് പല എക്സാമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചില ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ചില ആളുകളെ ലോ കാസ്റ്റിലുള്ളവരാ, അവരുടെ വീട്ടിൽ പോകാൻ പാടില്ല, അവരെ മാറ്റി നിർത്താൻ, അവരോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചില നോഷൻസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, അല്ലേ? അതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇനി എന്താണ് ഈ സ്റ്റീരിയോ ടൈപ്പ്? സ്റ്റീരിയോ ടൈപ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ജനറലൈസ്ഡ് പ്രീ കൺസെപ്ഷൻസ്. ഈ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസിനെയും ആറ്റിറ്റ്യൂഡ്സിനെയും ബിലീഫ്സിനെയും ഒരു അതിനെ ഒരു ജനറലാക്കുന്ന കാര്യത്തെയാണ് പറയുക സ്റ്റീരിയോ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെ ജനറലാക്കാൻ പാടുണ്ടോ കുട്ടികളെ? ജനറലാക്കാൻ പാടില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ പറയുന്ന പ്രീ കൺസീവ്ഡ് നോഷൻസ് എന്തൊക്കെയാണെന്നോ പറയുന്നത്. മെൻ ആർ ദ ബ്രെഡ് വിന്നേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ദ ഫാമിലി. മെന്നാണ് ബ്രെഡ് കൊണ്ടുവരേണ്ടവരും, അതായത് വീടിന് വേണ്ടി ഭക്ഷണമൊക്കെ തേടിക്കൊണ്ട് വരേണ്ടവരെ, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരെ. ലോ ഇൻകം ഏണേഴ്സ് ആർ അൺഎഡ്യൂക്കേറ്റഡ്. ഒരു നോഷനാണ്. കുറച്ച് പണം സമ്പാദിക്കുന്നവരെ, ഇൻകം വളരെ കുറവുള്ളവരെ, എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണെന്ന് അങ്ങനെ ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. പക്ഷെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും വളരെ ലോ സാലറി ജോലി ചെയ്യുന്നവരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തല്ല, സത്യമാകണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ കുറച്ച് പേരുണ്ടെങ്കിലും ഒരു ജനറൽ കാര്യമല്ല. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്കുള്ള ഒരു പ്രശ്നത്തെ ഒരു ജനറൽ പ്രശ്നമാക്കി, ഒരു ജനറൽ നോഷനാക്കി, ഒരു ജനറൽ ആറ്റിറ്റ്യൂഡാക്കി, അങ്ങനെയാണ്, ജനറലി അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നതാണ് സ്റ്റീരിയോ ടൈപ്പ്. ഓക്കെ, സ്റ്റീരിയോ ടൈപ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ജനറലൈസ്ഡ്. ആ വേർഡ് കണ്ടോ, ജനറലൈസ്ഡ് പ്രീ കൺസെപ്ഷൻസ് എന്ന് പറയുന്നത് ഹാഫ് ട്രൂ ആയിരിക്കും, പകുതി സത്യമായിരിക്കും.
ചില ആളുകൾക്ക് കുറവ് ഇൻകം കിട്ടുന്നത് അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാകാം, അങ്ങനെയുള്ളവരും കാണും. എന്നാൽ എല്ലാവരും അങ്ങനെ ആകണമെന്ന് ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജനറലൈസ് ആക്കാൻ പാടില്ല. അങ്ങനെ ജനറലൈസ് ആക്കിയാൽ അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയേണ്ടത്? സ്റ്റീരിയോടൈപ്പ്. Stereotypes are simple, generalized beliefs or ideas about individuals based on race, gender, culture, color and like. ജെൻഡറിനെ സംബന്ധിച്ച്, കളറിനെ സംബന്ധിച്ച്, കൾച്ചറിനെ സംബന്ധിച്ച്, റേസിനെ സംബന്ധിച്ച് ഒരു കൺസെപ്ഷനെ, ഒരു ബിലീഫിനെ, ഒരു ഐഡിയയെ ജനറലൈസ് ചെയ്യുന്നതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഞാൻ പറയാം. പെൺകുട്ടികളെല്ലാം പൊതുവെ ശാന്തരാണ്. നമ്മുടെ ആളുകളെല്ലാം വിചാരിക്കുന്ന അങ്ങനെയാണ്. പെൺകുട്ടികൾ പൊതുവെ ശാന്തരാണ്, ആൺകുട്ടികൾ കുറച്ചുകൂടി റെസ്റ്റ്ലെസ് ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം, എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ആൺകുട്ടികൾ വളരെ ശാന്തരായിട്ടുള്ള ആൺകുട്ടികളുണ്ട്, എന്നാൽ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീരിയോടൈപ്പായിട്ട് പെൺകുട്ടികളെല്ലാവരും പൊതുവെ ശാന്തരാണ് എന്നൊരു സ്റ്റീരിയോടൈപ്പ് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ജെൻഡറിനെ സംബന്ധിച്ചും റേസിനെ സംബന്ധിച്ചും കൾച്ചറിനെ സംബന്ധിച്ചും കളറിനെ സംബന്ധിച്ചും ഒന്നും ജനറലൈസ്ഡ് ആക്കി നമുക്ക് ഒരു നോഷൻസും ബിലീഫ്സും കൊണ്ടുവരാൻ പറ്റുകയില്ല. അങ്ങനെ കൊണ്ടുവരുന്നതിൽ ആര് പങ്കുവഹിക്കുന്നു? മീഡിയയാണ് സ്റ്റീരിയോടൈപ്പ് കൊണ്ടുവരുന്നത്. ഓക്കെ, സ്റ്റീരിയോടൈപ്സ് ആർ സിമ്പിൾ ജനറലൈസ്ഡ് ബിലീഫ്സ് ഓർ ഐഡിയാസ് അബൌട്ട് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ റേസ്, ഇൻഡിവിജ്വൽ culture, color and like. These stereotypes are reflected in programs like serials, advertisements and movies. Okay. അപ്പോൾ ഞാൻ അതിന് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു സോപ്പിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നു. അപ്പോൾ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ആളെ കാണിച്ചിട്ട് അയാൾ ഈ സോപ്പ് ഉപയോഗിച്ച് ബാത്ത് ചെയ്യുന്നു, അയാൾ വെളുക്കുന്നു. അപ്പോൾ അതൊരു തെറ്റായ നോഷനാണ് നമുക്ക് കൊണ്ടുവരുന്നത്. ഒരു തെറ്റായ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. കാരണം എന്താണ്? വെളുത്ത ആളുകൾ കറുത്ത ആളുകൾ സോപ്പ് തേച്ചാൽ വെളുക്കും. അതിൻ്റെ അർത്ഥം എന്താ? കറുപ്പിന് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? എല്ലാവരും വെളുക്കണമെന്നല്ലേ? കറുപ്പിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ കറുത്തിരുന്നാൽ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എല്ലാവരും വെളുക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റിൽ എന്താണ് കൊണ്ടുവരിക? ഒരു സ്റ്റീരിയോടൈപ്പാണ് അവിടെ കൊണ്ടുവരിക. ഇതൊക്കെ ആരാണ് നമുക്ക് കാണിച്ചു തരുന്നത്? മീഡിയ. അപ്പോൾ എല്ലാവരും എന്തിനു ശ്രമിക്കും? വെളുക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ മനസ്സിലേക്കൊരു നോഷൻ, ഒരു ബിലീഫ് ഇടുകയാണ്, വെളുപ്പാണ് നല്ലത്, കറുപ്പിന് എന്തോ പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദീസ് സ്റ്റീരിയോടൈപ്സ് ആർ റിഫ്ലക്റ്റഡ് ഇൻ മീഡിയ ആൻഡ് ഇറ്റ് അഫക്റ്റ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നതിൽ ഈ സ്റ്റീരിയോടൈപ്പിന് ഒരു സ്ഥാനമില്ലേ? ഇന്ന് എല്ലാവരും വെളുക്കാനുള്ള ശ്രമത്തിലേക്ക് പോവുക. ഇതാരാ ഇവിടെ കൊണ്ടുവന്നത്? മീഡിയയെ കൊണ്ടുവന്നത്. പഴയ കാലത്ത് അങ്ങനെ ഒരു കാര്യമേയില്ലായിരുന്നു. കറുത്തവർ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കും. ആരും വെളുക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു ഓട്ടപ്പാച്ചിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും ഓട്ടപ്പാച്ചിലില്ല. ബൊട്ടീക്കുകളിലും ബ്യൂട്ടി പാർലറുകളിലും ആളുകൾ കയറി ഇറങ്ങുക വെളുക്കാൻ. എന്തുകൊണ്ടാണ്? ഇങ്ങനെ മീഡിയ ഒരു നോഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് മീഡിയ പ്രൊമോട്ട് സ്റ്റീരിയോടൈപ്പ്. ഇറ്റ് അഫക്റ്റ് ദ സൊസൈറ്റി. ഓക്കെ, അത് നെഗറ്റീവാണ് കേട്ടോ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സോ മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോമിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റീരിയോടൈപ്പ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഓക്കെ ആയ ഒരു കാര്യത്തെ ഒരു ജനറലൈസ്ഡ് ആക്കി മാറ്റുന്നതിനാണ് പറയുക സ്റ്റീരിയോടൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് പോകാം. മീഡിയ ആൻഡ് സോഷ്യൽ ഇൻ്റർവെൻഷൻസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മീഡിയ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് നടക്കുകയും അങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇമ്പാക്റ്റ്. There are a lot of social problems existed in our society like poverty, unemployment, discrimination, etc. So many problems. It can be seen that the media are involved in bringing various social problems to the public and speeding up the steps to solve them through various levels. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ വേറെ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്തെ നമുക്ക് കോവിഡ് വന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അറിയാം. ഇത് എക്സാമ്പിൾ കോവിഡാണ്. കോവിഡിൻ്റെ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് എന്തുണ്ടായി? നമുക്ക് മാസ്ക് വെക്കേണ്ടി വന്നു, നമ്മൾ വീടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്നു. അപ്പം മീഡിയയിൽ ഇതെല്ലാം കണ്ട നമ്മൾ അതിനൊക്കെ പെട്ടെന്ന് റെഡിയായി. നമുക്ക് ഈ കോവിഡ് പോലുള്ള ഒരു എപ്പിഡമിക്കിനെ പറ്റി പഴയ ഒരു പരിചയമോ ഒന്നും
നമുക്കില്ലായിരുന്നു, നമ്മുടെ സൊസൈറ്റിക്കില്ലായിരുന്നു. പക്ഷേ മീഡിയയിലൂടെ ഇതിൻ്റെയൊക്കെ മാസ്ക് വെക്കേണ്ടതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കണ്ട ആളുകളെ പൂർണ്ണമായിട്ടും പെട്ടെന്ന് തന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകുകയും എല്ലാവരും അതിനോട് സഹകരിക്കുകയും ചെയ്തു. അപ്പോൾ കേട്ടോ എത്ര പെട്ടെന്നാണ് മീഡിയ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. അതാണ് മീഡിയയും സോഷ്യൽ ഇൻ്റർവെൻഷനും തമ്മിലുള്ള ബന്ധം. Okay, it can be seen that the media are involved in bringing various social problems to the public and speed up the steps to solve them. കേട്ടോ, സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് മീഡിയ സ്പീഡ് അപ്പ് ആക്കും. പെട്ടെന്ന് ആളുകൾക്ക് അത് മനസ്സിലാകും, പെട്ടെന്ന് അവർ ആളുകളിലേക്ക് അത് കൊണ്ടുവരും, പല ലെവലിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ മീഡിയയുടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് മീഡിയ ആൻഡ് സോഷ്യൽ ഇൻ്റർവെൻഷൻ. ദേ ക്യാൻ intervenes in social problems speedily, in a speedy manner. Okay, and they can bring up steps to solve them. താങ്ക് യു ചിൽഡ്രൻ. അപ്പോൾ 5 ഇമ്പാക്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ചിലത് നെഗറ്റീവാണ്, ചിലത് പോസിറ്റീവാണ്. അപ്പം മീഡിയ എല്ലാ കാര്യത്തിനും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ കാണും. മീഡിയയ്ക്കും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളുണ്ട്, എന്നാൽ മീഡിയയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളുമുണ്ട്. 5 ഇമ്പാക്ട്സ് ആണ്. പേജ് നമ്പർ 1 നോട്ട് 110, 111, 112, 113. Please read all these pages and study this impact very well. Thank you children. Thank you so much. We can meet the next day with another class. Thank you.